April 30 1945 തന്റെ മരണത്തിന് മുൻപായി അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ഭാര്യയായ ഈവ ബ്രൗണിനോടൊത്ത് ചേർന്ന് ഡോക്യുമെന്റുകളും ഫോട്ടോകളുമെല്ലാം കത്തിച്ചു കളയുന്നു. ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നത് തന്റെ പിന്നാലെ യാതൊന്നും അവശേഷിക്കാൻ പാടില്ല. അന്ന് ബങ്കറിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഈ ഇവന്റ് കഴിഞ്ഞ് 70 വർഷങ്ങൾക്ക് ശേഷം റെയ്മൻ റോസും പ്രൈവറ്റ് കളക്ടറും ചേർന്ന് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ ഇന്ന് ഇദ്ദേഹം ജീവനോടെയില്ല. അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്താൻ കഴിഞ്ഞ പല രേഖകളും ഇന്ന് പുറത്തായിട്ടുണ്ട്. അന്ന് ബാങ്കറിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ ഒരു രൂപരേഖ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ഒരു സമയത്ത് ബാങ്കറിനുള്ളിൽ എന്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? വാസ്തവത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് ഹിറ്റ്ലർ എത്തിയത് എങ്ങനെയായിരുന്നു? ഹിറ്റ്ലർ എന്തിനായിരുന്നു തൻ്റെ മരണത്തിന് 24 മണിക്കൂർ മുൻപ് ഈവ ബ്രൗണുമായി കല്യാണം കഴിച്ചത്? തൻ്റെ ജീവിതത്തിലെ അവസാന 10 ദിവസങ്ങളുടെ ഇടയിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരായിരുന്നു അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഏറ്റവും പ്രധാനമായി അലൈഡ് ഫോഴ്സസിന് ഇത് ഹിറ്റ്ലറിന്റെ മൃതശരീരമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു? ഹിറ്റ്ലറിന്റെ മരണശേഷം ബങ്കറിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. 25 നവംബർ 1945 ഫ്രഞ്ച് ഓഫീസറായ റൈമൻ റോസ് ബാങ്കറിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. ബാങ്കറിനുള്ളിൽ ഏകദേശം 26 പടികൾ ഉണ്ടായിരുന്നു. ഈ 26 പടികളും പോകുന്നത് ഒരു ഇരുണ്ട റൂമിലേക്കായിരുന്നു. ഇരുണ്ടതും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഒരു റൂമായിരുന്നു അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 4 പാടും കത്തിയ കടലാസുകളും തലകുത്തി കിടക്കുന്ന ഫർണിച്ചറുകളുമായിരുന്നു അദ്ദേഹം കണ്ടത്. അദ്ദേഹം പ്രധാനമായും ഇവിടെ തിരഞ്ഞത് ഹിറ്റ്ലറിന്റെ അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണവുമായി കണക്ട് ചെയ്യുന്ന രേഖകളായിരുന്നു. അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞ ഡോക്യുമെന്റുകളിൽ നിന്നും ഒരു കാര്യം ഉറപ്പായിരുന്നു: തന്റെ അവസാന സമയത്തും ഹിറ്റ്ലർ അവിടെയും തന്റെ വിജയം മാത്രമായിരുന്നു ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറിന്റെ മരണത്തിന് വെറും 10 ദിവസം മുൻപ് തന്നെ ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാക്കുമെന്നായിരുന്നു നാസി ജർമ്മനി അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹിറ്റ്ലറിന്റെ മരണശേഷം ഇതെല്ലാം വെറും ഒരു വ്യാമോഹം മാത്രമായി നിലനിന്നു. ഹിറ്റ്ലർ പടുത്തുയർത്തിയ സാമ്രാജ്യം തങ്ങൾ ലോകം മുഴുവൻ ഭരിക്കുമെന്നും വെസ്റ്റേൺ പവേഴ്സിന് മുൻപിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്നതുമായിരുന്നു അവരുടെ അജണ്ട. ഇത്രയും ശക്തിശാലിയായിട്ടുള്ള ഒരു സാമ്രാജ്യം അങ്ങനെ തങ്ങളുടെ അവസാനങ്ങളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഹിറ്റ്ലറിന്റെ ഭീതിയുടെയും അധികാരത്തിന്റെയും അടയാളമായിരുന്ന ബെർലിൻ വെറും ശവകുടീരമായി മാറി. 4 പാടും എലീറ്റ് ഫോഴ്സസിന്റെ ബോംബിംഗ് മാത്രമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലർ ആരെയാണോ വേട്ടയാടാൻ ആഗ്രഹിച്ചിരുന്നത്, ഏതാനും നിമിഷങ്ങൾക്കകം അതേ വേട്ടമൃഗം ഹിറ്റ്ലറിനെ തന്നെ വേട്ടയാടാൻ പോവുകയായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം മരിക്കാൻ പോകുന്ന ഹിറ്റ്ലർ ഇപ്പോൾ ഒരു ബങ്കറിന്റെ ഉള്ളിലാണ്. ബെർലിനിൽ ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപത്ത് 7 മീറ്റർ ആഴത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ബങ്കറിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഹിറ്റ്ലർ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് സാധാരണ ഒരു ബങ്കർ ആയിരുന്നില്ല. ആൽബർട്ട് സ്പീർ, ഹിറ്റ്ലറിന്റെ പേഴ്സണൽ ആർക്കിടെക്റ്റായ ഇദ്ദേഹമായിരുന്നു ഈ ഒരു ബങ്കർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 1936 കൂടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. പക്ഷേ പിന്നീട് 1943-44 വർഷങ്ങളിൽ അലൈറ്റ് ഫോഴ്സസിന്റെ ബോംബിംഗ് കാരണം ഈ ഒരു ബങ്കറിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്നു. ജർമ്മൻ ഭാഷയിൽ ഈ ബങ്കറിനെ ഫ്യൂഹർ ബങ്കർ എന്നാണ് വിളിക്കുന്നത്. ഫ്യൂഹർ മീൻസ് ലീഡർ, ലീഡറിന്റെ ബങ്കർ. ഈ ഒരു ബങ്കറിനുള്ളിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. ബങ്കറിന്റെ ഉള്ളിലെ കാഴ്ച വളരെയധികം ഡിപ്രസിംഗ് ആയിരുന്നു. നിശബ്ദതയും ഏകാന്തതയും അന്ധകാരവും, കൂടാതെ വലിപ്പമേറിയ കോൺക്രീറ്റുകളും അതിലടങ്ങിയിരിക്കുന്ന മഞ്ഞിൻ കണികകളും. ഇത് ഒരു കെണിയാണെന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്തങ്ങളാർന്ന മുറികളും, ഒരു തവണ ഇതിന്റെ ഉള്ളിൽ കയറുന്ന വ്യക്തിക്ക് താൻ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ. വ്യത്യസ്തങ്ങളാർന്ന റൂമുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഹിറ്റ്ലറിനായി 3 റൂമുകൾ, ഏവയ്ക്കായി ഒരു റൂം, കൂടാതെ തൻ്റെ മിലിറ്ററി ഓപ്പറേഷനായി മറ്റൊരു റൂം തുടങ്ങിയ റൂമുകളും ഈ ഒരു ബങ്കറിനുള്ളിലുണ്ട്. തൻ്റെ അവസാന 10 ദിവസങ്ങളിൽ ഹിറ്റ്ലർ മാനസികവും ശാരീരികവുമായി തകർന്നിരുന്നു. അദ്ദേഹത്തിന് പാർക്കിൻസൺ ഡിസീസ് പിടിപെട്ടിരുന്നു, അതായത് കൈവിറയ്ക്കുന്ന രോഗം. എല്ലാവരിൽ നിന്നും ഇത് മറയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കാൻ തുടങ്ങിയിരുന്നു ഹിറ്റ്ലറിന് ആ ദിവസങ്ങളിൽ. അദ്ദേഹത്തെ തുടർച്ചയായി കാണാൻ വന്നിരുന്ന മിലിറ്ററി ജനറൽസ് പോലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് പേടിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഗ്ലൂക്കോസും വിറ്റമിൻസും നൽകിയിരുന്നു. എങ്കിൽ പോലും തൻ്റെ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിലും ബങ്കറിനുള്ളിൽ അത്ര സുഖമായിട്ടുള്ള കാഴ്ചകളായിരുന്നില്ല നടന്നുകൊണ്ടിരുന്നത്. മിലിറ്ററി ഓപ്പറേഷനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു രാവിലെ നടന്നുകൊണ്ടിരുന്നത്. ജനറൽസ് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ബെർലിൻ പതിയെ പതിയെ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ബെർലിൻ തൻ്റെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നതിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരെയും അത്ര എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. വളരെ വലിയ തോതിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. ഈ ഒരു കാരണം തന്നെയായിരുന്നു തൻ്റെ അവസാന ദിവസങ്ങളിലും അദ്ദേഹത്തിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിച്ചത്. തൻ്റെ മിലിറ്ററി ജനറൽസിൽ ആരെങ്കിലും തന്നെ ചതിക്കും,
എന്നാൽ അദ്ദേഹത്തിൻ്റെ സംശയം പോലെ തന്നെയായിരുന്നു അവസാന ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലർ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ അവസാന ദിവസങ്ങളിൽ എല്ലാവരും ബങ്കറിൽ നിന്നും മാറി. എന്നാൽ ഈവ മാത്രമായിരുന്നു അന്നും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവയുടെ 13 വർഷം പഴക്കമുള്ള പ്രണയമായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലറിനെ തൻ്റേതാക്കണമെന്ന ആഗ്രഹം ഈവയുടേതായിരുന്നു. തങ്ങൾ കപ്പിൾസ് ആണെന്ന കാര്യം സമൂഹത്തിന് മുൻപിൽ നീണ്ട കാലഘട്ടത്തേക്ക് ഇവർ മറച്ചു വെച്ചിരുന്നു. ബങ്കറിൽ ഹിറ്റ്ലറിന്റെ കൂടെ കഴിയുക എന്ന തീരുമാനം ഈവയുടേതായിരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലറിന്റെ ബലഹീനതയ്ക്ക് കാരണമായതും ഇവർ തന്നെയാണ്. ഇവർ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവസാനം വരെ ഹിറ്റ്ലറിന്റെ കൂടെ ജീവിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. തൻ്റെ കൂട്ടുകാർക്ക് ഇവർ എഴുതിയ കത്തുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇവർക്ക് ബങ്കറിൽ താമസിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമായിരുന്നില്ല. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രതീതിയാണ് ബങ്കറിനുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് അവർ എഴുതുന്നു. സാഹചര്യം എത്ര മോശമാണെങ്കിലും തൻ്റെ കൂടെ ഹിറ്റ്ലർ ഉണ്ട്, അത് മതി തനിക്ക് എന്ന ചിന്തയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇവയുടെ ജീവിതം ബങ്കറിനുള്ളിൽ അത്ര നല്ല രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. തൻ്റെ മുഴുവൻ സമയവും റൂമിൽ തന്നെയായിരുന്നു അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോഗ്രാഫുകൾ അറേഞ്ച് ചെയ്യുക, കോഫി കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറിൻ്റെ ഇടവേളകളിൽ അവർ ഒരുമിച്ചായിരുന്നു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കത്തുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരുന്നു. വളരെ വലിയ തോതിലുള്ള ഒറ്റപ്പെടലായിരുന്നു ഇവർക്ക് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹിറ്റ്ലറിനോടുള്ള സ്നേഹം ഇവരെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഹിറ്റ്ലറിൻ്റെ അവസാന ദിവസങ്ങളിലെ ബെർലിനിലെ കാഴ്ചയും അത്ര നല്ലതൊന്നുമായിരുന്നില്ല. എയ്റ്റ് ഫോഴ്സസ് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ബോംബിംഗ് നടത്തിയിരുന്നു. റെഡ് ആർമി, അതായത് സോവിയറ്റ് യൂണിയന്റെ ആർമിയും ബെർലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, ഈ ഒരു സമയത്ത് ബെർലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹിറ്റ്ലറിന്റെ ആർമിക്ക് കഴിഞ്ഞിരുന്നു. ബെർലിനെ സംരക്ഷിക്കാൻ ഏകദേശം 900-ലധികം ടാങ്കുകളും 5 ലക്ഷത്തിലധികം സൈനികരുമെന്ന് ജർമ്മനിയിൽ അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇത്രയെല്ലാം ഉണ്ടെങ്കിൽ പോലും നാസി ജർമ്മനിയുടെ സൈനികർ ഉള്ളിൽ നിന്നും ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ തൻ്റെ കീഴിൽ കൊണ്ടുവരുമെന്നും അടുത്ത 1000 വർഷത്തേക്ക് തന്നെ പ്രകീർത്തിച്ച് പാടുന്ന ആളുകൾ ഉണ്ടാകുമെന്നും ഹിറ്റ്ലർ പ്രതീക്ഷിച്ചു. എന്നാൽ തൻ്റെ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായി ബെർലിനിലെ ജനങ്ങൾ ഇന്ന് ജീവന് വേണ്ടി യാചിക്കുകയാണ്. ഇത്രയെല്ലാമായിട്ടും തൻ്റെ തോൽവിയിലും വിജയത്തെ തപ്പാനായിരുന്നു ഹിറ്റ്ലർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. റേഡിയോയിലും മറ്റും നാസി പ്രോപ്പഗണ്ടയായിരുന്നു അന്നും വെച്ചുകൊണ്ടിരുന്നത്. നോക്കി നിൽക്കെ തന്നെ ബെർലിൻ മുഴുവനായി തങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ റെഡ് ആർമിക്ക് സാധിച്ചു. അങ്ങനെ ജർമ്മൻ ആർമിക്കും ഒരു കാര്യം മനസ്സിലായി, ഹിറ്റ്ലറിൻ്റെ ലീഡർഷിപ്പ് ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ മറ്റൊരു ഡ്രാമയും അൺഫോൾഡായി. ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന ഹെർമൻ ഗോറിംഗ് ഇദ്ദേഹത്തെ ചതിക്കുകയുണ്ടായി. ഇദ്ദേഹം നാസി റെജീമിൽ ജർമ്മൻ എയർഫോഴ്സിന്റെ ചീഫായിരുന്നു. പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമായെന്നും തനിക്ക് പവർ വേണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. ഹിറ്റ്ലറിന് ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിശ്ചിത ഇടവേളകളിൽ ഇദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളാർന്ന പോസ്റ്റുകൾ നൽകാൻ ഹിറ്റ്ലർ മറന്നില്ല. 1933 എയർ മിനിസ്ട്രിയുടെ ഇൻചാർജായും 1935 എയർഫോഴ്സ് കമാൻഡറായും 36 ഫോറിയർ പ്ലാനിന്റെ ഇൻചാർജറായും ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു. പിന്നീട് അവസാനമായി 1941 ഇദ്ദേഹത്തെ ഡെപ്യൂട്ടി ജനറലായും ഹിറ്റ്ലർ അപ്പോയിന്റ് ചെയ്തു. അതായത് ഹിറ്റ്ലറിന് ശേഷം ഈ സാമ്രാജ്യത്തിന്റെ താക്കോൽ ലഭിക്കുന്ന ഏക വ്യക്തി ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ഹിറ്റ്ലർ ഇപ്പോൾ ബെർലിനിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കാരണത്താൽ തന്നെ ലീഡർഷിപ്പിന്റെ കൺട്രോൾ മുഴുവനായും ഇദ്ദേഹത്തിന്റെ കരങ്ങളിൽ വരണം. അദ്ദേഹം ഹിറ്റ്ലറിന് ടെലിഗ്രാം അയക്കുകയും ഇനി ഹിറ്റ്ലറിന് തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയില്ലാത്ത പക്ഷം തനിക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഈ സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഓൾറെഡി ഡിപ്രസ്ഡ് ആയിരുന്ന ഹിറ്റ്ലർ അദ്ദേഹത്തെ വളരെ ക്രൂരമായി ട്രീറ്റ് ചെയ്യാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കുകയും അദ്ദേഹത്തിന് നൽകിയിരുന്ന എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുകയും അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് തന്നെ സൈനൈഡ് കഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു വശത്ത് റെഡ് ആർമി, മറുവശത്ത് തൻ്റെ പ്രിയ സുഹൃത്ത് തന്നെ ചതിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹിറ്റ്ലർ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1945 ഏപ്രിൽ 29. തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഹിറ്റ്ലർ വിളിച്ചു കൂട്ടുകയും സമയം എത്തിയിരിക്കുകയാണ് എന്ന് പറയുകയുമുണ്ടായി. അങ്ങനെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹം ഈവയെ കല്യാണം കഴിക്കുന്നു. ബങ്കറിനുള്ളിൽ 2-3 പേരുടെ സാന്നിധ്യത്തിൽ നടന്ന കല്യാണത്തിനു ശേഷം ഹിറ്റ്ലർ തൻ്റെ സെക്രട്ടറിയെ വിളിക്കുകയും ഇങ്ങനെ എഴുതാൻ പറയുകയും ചെയ്തു: ഞാനും ഈവയും സറണ്ടർ ചെയ്യുന്നതിനേക്കാൾ മരണമാണ് ചൂസ് ചെയ്യുന്നത്. സറണ്ടർ ചെയ്ത് നാണം കെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. തുടർന്ന് ഇരുവരും മുറിയിലേക്ക് മടങ്ങി. ഒരു ദിവസം മാത്രം നീണ്ടുനിന്ന വിവാഹബന്ധം അങ്ങനെ 30 ഏപ്രിൽ 1945 എത്തുന്നു.
കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ തൻ്റെ ബ്ലോണ്ടി എന്ന നായയ്ക്ക് വിഷം കൊടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ ഇരുവരും തങ്ങളുടെ മുറിയിലേക്ക് പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ നവദമ്പതിമാർ മരിക്കാൻ പോവുകയായിരുന്നു. ഹിറ്റ്ലർ മുറിയിൽ കയറി പിസ്റ്റൾ ഉപയോഗിച്ച് തൻ്റെ ജീവൻ ഒടുക്കി. കൂടാതെ ഈവ സൈനൈഡ് ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് തൻ്റെ ജീവൻ എടുത്തു. ബങ്കറിലുണ്ടായിരുന്ന സ്റ്റാഫിന് മുൻപേ തന്നെ ഇൻസ്ട്രക്ഷൻസ് ലഭിച്ചിരുന്നു. ഇവർ മരിച്ച ഉടനെ തന്നെ ഇവരുടെ ശരീരങ്ങൾ കത്തിച്ചു കളയണം. ഹിറ്റ്ലർ തൻ്റെ പിന്നാലെ യാതൊരു അടയാളവും ശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണത്തിന് മുൻപ് തന്നെ ഈവയുടെ കൂടെ ചേർന്ന ഡോക്യുമെന്റുകളും ഫോട്ടോകളും ഇവർ കത്തിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. താൻ മരിച്ചാൽ പോലും തോൽക്കരുത്, അവിടെയും താൻ വിജയിക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു ഹിറ്റ്ലറിൻ്റേത്. തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ബോഡി ഇപ്പോൾ കത്തിച്ചില്ലാത്ത പക്ഷം സോവിയറ്റ് സോൾജേഴ്സ് അതും പിടിച്ചുകൊണ്ട് തന്നെ തോൽപ്പിച്ചതായി ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഹിറ്റ്ലർ തൻ്റെ ബോഡി മരണത്തിന് ശേഷം കത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഡ് ആർമി ബങ്കറിലെത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഹിറ്റ്ലറിൻ്റെ കത്തിയെരിഞ്ഞ ശരീരം മാത്രമാണ്. നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് അവർക്കും ഇത് ഹിറ്റ്ലറിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. തൻ്റെ തെറ്റായ പ്രവൃത്തികൾ മൂലം ലോകം മുഴുവൻ വെറുപ്പ് പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഹിറ്റ്ലറിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യാനും മറക്കരുത്. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.